നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. വരുന്നു സ്വാശ്രയ സംഘങ്ങൾക്കായി പ്രത്യേക ക്രെഡിറ്റ് സ്കോർ. ഗ്രാമീണ മേഖലയ്ക്ക് മാത്രമായി പുതിയ ക്രെഡിറ്റ് സ്കോർ കൊണ്ടുവരാനുള്ള ആലോചനയിൽ കേന്ദ്രം. ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പകൾ എടുക്കുന്നതിന് ട്രാൻസ് യൂണിയൻ, സിബിൽ ഉൾപ്പെടെയുള്ള ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികൾ ലഭ്യമാക്കുന്ന ക്രെഡിറ്റ് സ്കോർ നിർബന്ധമാണ്. ഉദ്ദേശം മികച്ചതാണെങ്കിലും നടപ്പിലാക്കി വന്നപ്പോൾ മിക്ക സാധാരണക്കാർക്കും കർഷകർക്കും വായ്പ നേടിയെടുക്കുവാനുള്ള പ്രധാന ബുദ്ധിമുട്ടായി ഇത് മാറി. ഇതിനൊരു പരിഹാരമായാണ് ഗ്രാമീണ മേഖലയ്ക്ക് മാത്രമായി പുതിയൊരു ക്രെഡിറ്റ് സ്കോർ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. കർഷകർ, കരകൗശല വിദഗ്ധർ, സ്വാശ്രയ സംഘങ്ങൾ, വനിതാ സംരംഭകർ തുടങ്ങിയവർക്ക് വായ്പ അനുവദിക്കുന്നതിന് പുതുതായി ഗ്രാമീണ ക്രെഡിറ്റ് സ്കോർ സംവിധാനം സ്ഥാപിക്കുമെന്ന് 2025-26 കേന്ദ്ര ബജറ്റിൽ വ്യക്തമാക്കിയിരുന്നു. കടത്തിന്റെ കഥ പറയും ക്രെഡിറ്റ് സ്കോർ. ഓരോരുത്തരെയും വായ്പാ ചരിത്രം പരിശോധിച്ച് പുതിയൊരു വായ്പ എടുക്കുന്നതിനുള്ള തിരിച്ചടവ് ശേഷിയെക്കുറിച്ച് സൂചന നൽകുന്ന 3 അക്ക സംഖ്യയാണ് ക്രെഡിറ്റ് സ്കോർ. വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിലെ വ്യക്തത, വായ്പ എടുക്കുന്നതിന് പ്രകടമാകുന്ന കരുതൽ, സാമ്പത്തിക സ്വഭാവം തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുത്തി 2005 ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികളുടെ നിയന്ത്രണ നിയമപ്രകാരം റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികളിൽ നിന്ന് ക്രെഡിറ്റ് റിപ്പോർട്ട് നിർബന്ധമാക്കി വാങ്ങി പരിശോധിക്കുന്ന ശേഷം മാത്രമേ ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും വായ്പകൾ അനുവദിക്കുന്നുള്ളൂ. നിലവിലുള്ള വായ്പകളുടെ തരം, തുക, കുടിശ്ശിക തുടങ്ങിയ വിവരങ്ങളോടൊപ്പം ക്രെഡിറ്റ് സ്കോർ കൂടി ഉൾപ്പെടുത്തി ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികൾ തയ്യാറാക്കി ബാങ്കുകൾക്ക് നൽകുന്നതാണ് ക്രെഡിറ്റ് റിപ്പോർട്ട്. ആദ്യം ആരംഭിച്ച ട്രാൻസ് യൂണിയൻ, സിബിൽ എന്ന ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനി തയ്യാറാക്കിയ ക്രെഡിറ്റ് സ്കോർ പൊതുവെ ബാങ്കുകൾ ഉപയോഗിക്കുന്നതിലാണ് സിബിൽ സ്കോർ എന്ന പ്രയോഗം വ്യാപകമായത്. ഗ്രാമീണ മേഖലയ്ക്ക് തനത് സ്കോർ. ഇപ്പോൾ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് സ്കോർ മാതൃകകൾ വിദേശത്ത് നിന്ന് സ്വീകരിച്ചവയാണ്. മാനദണ്ഡങ്ങളിൽ പലതും ഗ്രാമീണ മേഖലയ്ക്ക് പ്രസക്തമാണ്. സിബിൽ മറ്റും തയ്യാറാക്കുന്ന പരമ്പരാഗത ക്രെഡിറ്റ് സ്കോറുകളിലെ കൃഷിക്കാരും സൂക്ഷ്മ സംരംഭകരുടെയും ഉൽപാദന പ്രക്രിയയിലെ പ്രത്യേകതകളും ഭൂമി ഉൾപ്പെടെ ഉൽപാദന ആസ്തികളുടെ സവിശേഷതകളും പരിഗണിക്കപ്പെടുന്നില്ല. പരസ്പര വിശ്വാസം, കൂട്ടായ്മ തുടങ്ങിയ സാമൂഹിക ഘടകങ്ങൾ, പാരമ്പര്യ പരിജ്ഞാനം, മറ്റ് വ്യക്തിഗത പ്രത്യേകതകൾ, പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്യാനും മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനുമുള്ള ഗ്രാമീണ മാനവശേഷി തുടങ്ങിയവ അടിസ്ഥാനമാക്കിയിരിക്കും ഗ്രാമീണ ക്രെഡിറ്റ് സ്കോർ GCS രൂപകൽപ്പന ചെയ്യുക. വായ്പ അപേക്ഷകൾ വിലയിരുത്തുന്നതിനും അനുവദിക്കുന്നതിനും റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിൽ പൊതുമേഖലാ ബാങ്കുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഗ്രാമീണ ക്രെഡിറ്റ് സ്കോറിന്റെ ചട്ടക്കൂടും മാനദണ്ഡങ്ങളും സൂചികളും കർഷക സൗഹൃദവും സാധാരണക്കാർക്ക് പൊരുത്തപ്പെടാവുന്നതായിരിക്കും. സാമ്പത്തിക ശാക്തീകരണം. ഗ്രാമീണ അർദ്ധനഗര പ്രദേശങ്ങളിൽ ആരോഗ്യകരമായ വായ്പാ പ്രവണതകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും എന്നാൽ വായ്പകൾ നിരസിക്കപ്പെടുന്നതിനുമുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിനും ഗ്രാമീണ ക്രെഡിറ്റ് സ്കോറുകളിലൂടെ ലക്ഷ്യമിടുന്നു. മനഃപൂർവ്വം വീഴ്ച വരുത്തുന്നവരെ മാറ്റി നിർത്തുന്നതിനും വായ്പാ സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നവരെ നേരത്തെ തിരിച്ചറിയുന്നതിനും ക്രെഡിറ്റ് സ്കോർ നടപ്പിലാക്കേണ്ടതുണ്ട്. കൂടാതെ വായ്പാ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക ആരോഗ്യം മെച്ചപ്പെടുത്തുകയും വേണം. ഇത്തരത്തിൽ വായ്പകളുടെ സുഗമമായ ലഭ്യത ഉറപ്പാക്കാനാണ് പുതിയ ക്രെഡിറ്റ് സ്കോറിലൂടെ ഉദ്ദേശിക്കുന്നത്. തിരിച്ചറിഞ്ഞ് അംഗീകാരം. ഗ്രാമീണ അർദ്ധനഗര പ്രദേശങ്ങളിൽ ഔപചാരികമായ വായ്പാ സ്ഥാപനങ്ങളിൽ നിന്ന് ഉപജീവന മാർഗത്തിനുള്ള വായ്പകൾ സുഗമമാക്കുന്നതിനും ഉറപ്പാക്കുന്നതിനും വേണ്ടി കേന്ദ്ര ധനമന്ത്രാലയവും ഗ്രാമവികസന മന്ത്രാലയവും ചേർന്ന് നിയമിച്ച 2 വിദഗ്ധ സമിതികളുടെ ശുപാർശകളിന്മേലാണ് ഗ്രാമീണ ക്രെഡിറ്റ് സ്കോറിലെ പ്രഖ്യാപനം ഉണ്ടായത്. സ്വയം സഹായ സംഘങ്ങളുടെ മെച്ചപ്പെട്ട ഗുണനിലവാര ഘടകങ്ങൾ കൂടി പരിഗണിച്ച് ചെറുകിട നാമാർത്ഥ കർഷകർക്കും സ്ത്രീ സംരംഭകർക്കും സുഗമമായി വായ്പ അനുവദിക്കുന്നതിന് നിലവിലെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ നിയമം പോലെ നിയമത്തിന് പിൻബലം നൽകിയാണ് GCS. ഉൾപ്പെടുത്തലും ഒഴിവാക്കലും. ദേശസാൽകൃത ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ഔപചാരിക വായ്പാ സംവിധാനത്തിൽ നിന്ന് ലളിതമായ നടപടിക്രമങ്ങളും കാലതാമസമില്ലാതെ വിതരണവും നടപ്പാക്കുന്നതിന് പ്രധാന നടപടികളിലൊന്നായി GCSനെ കാണണം. വായ്പകൾ അപേക്ഷിക്കുന്നതിനും വായ്പ അനുവദിച്ച് കിട്ടുന്നതിനും നിലവിലുള്ള തടസ്സങ്ങൾ മൂലം ചെറുകിട കർഷകർ, നാമാർത്ഥ കർഷകർ, സ്വാശ്രയ സംഘങ്ങൾ, സ്ത്രീ സംരംഭകർ തുടങ്ങിയവർ ഒഴിവാക്കപ്പെടുന്ന ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് GCS പരിഹാരമാകും. എന്നാൽ നിലവിലെ സിബിൽ സ്കോറിനൊപ്പമാണ് ഗ്രാമീണ ക്രെഡിറ്റ് സ്കോർ നടപ്പിലാക്കുന്നതെങ്കിൽ ഒരു അധിക കടമ്പയായി GCS മാറും. GCS സംബന്ധിച്ച വിശദ മാർഗനിർദ്ദേശങ്ങൾ ഉടൻ റിസർവ് ബാങ്ക് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.